ദിവ്യകാരുണ്യമായി ഈശോ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമായി, കരുണയായി, ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ ഈശോ തൻ്റെ സ്നേഹം നമുക്ക് പകർന്നു തരികയാണ്. ഈശോയുടെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് അനുഭവിക്കാവുന്ന സമയമാണ് ഈ കരുണയുടെ തിരുമണിക്കൂർ. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ സ്തുതിക്കണം, ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണം. കാരണം അവൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ ഓരോ നിമിഷവും ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ മരുഭൂമിയിൽ വച്ച് ഈശോ പരീക്ഷിക്കപ്പെട്ട ആ സംഭവമാണ് നാം കാണുന്നത്. 12-ാം വചനം പ്രകാരം പറയുന്നു, ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ളവരെ, ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷം അവൻ തൻ്റെ പരസ്യകാല ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷിക്തനായി മാറിയ ഉടനെ തന്നെ ഈശോയ്ക്ക് തൻ്റെ ശുശ്രൂഷയിൽ ദൈവത്തെ എതിർക്കുന്ന ദുഷ്ടശക്തികളുമായി വലിയൊരു ഏറ്റുമുട്ടൽ മരുഭൂമിയിൽ വെച്ച് നടത്തേണ്ടതായിട്ട് വന്നു. ദൈവപുത്രനായ ക്രിസ്തുവിന് പോലും തൻ്റെ ദൈവീക ശുശ്രൂഷയുടെ സമയത്ത് സാത്താൻ്റെ പരീക്ഷകളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതായിട്ട് വന്നു. സാത്താൻ ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുന്നതിനെ തീർച്ചയായിട്ടും വളരെയേറെ ഭയക്കുന്നുണ്ട്. അവൻ്റെ കോട്ടകൾ തകരുന്നതിനെ അവൻ ഏതു വിധേനയും ചെറുക്കുവാനായിട്ട് ശ്രമിക്കും. അതിശക്തമായ പ്രാർത്ഥനയ്ക്കും പരിത്യാഗങ്ങൾക്കും മാത്രമാണ് നമുക്ക് വലിയ അഭിഷേകം നൽകിക്കൊണ്ട് പൈശാചിക കുതന്ത്രങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിലുമൊക്കെ ചെറുത്തു നിൽക്കുവാനായിട്ട് ശക്തി നൽകുന്നത്. ജ്ഞാനസ്നാനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോ ദൈവീക പദ്ധതിക്കും ദൈവേഷ്ടത്തിനുമൊക്കെ വലിയ ആത്മസമർപ്പണം നടത്തിയപ്പോൾ ദൈവത്തെ, ദൈവീക പദ്ധതികളെ എതിർക്കുന്ന ദുഷ്ടശക്തികളുമായി ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമായിരുന്നു. മരുഭൂമി എന്ന് പറയുന്നത് ബീഭത്സതയുടെ മേഖലയും പിശാചിൻ്റെ ആവാസ കേന്ദ്രവുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് മരുഭൂമി എന്ന്. ദൈവത്തിനെതിരായ പൈശാചിക ശക്തികളുടെ വാസസ്ഥലമായ മരുഭൂമി വിജന സ്ഥലമാണ്. ആ സ്ഥലത്ത് വച്ചാണ് ഈശോ സാത്താൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിച്ചത്. മരുഭൂമി തീരുമാനങ്ങളുടെ സ്ഥലമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതുപോലെ ആത്മാവിനാൽ അഭിഷിക്തനായ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വലിയ ശക്തിയോടെ ആ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുന്നതിനു വേണ്ടി തന്നെ വലിയൊരു ആത്മസമർപ്പണം നടത്തുന്നതായിട്ട്
നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവപുത്രനായ ക്രിസ്തുവിന് പോലും സാത്താൻ്റെ പരീക്ഷകളെ നേരിടേണ്ടതായും അതിനെയൊക്കെ അതിജീവിക്കേണ്ടതായിട്ടും വന്നു. ഹെബ്രയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വചനം ഇപ്രകാരം പറയുന്നു: ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന്. മോശയെപ്പോലെ ഏലിയായെപ്പോലെ 40 ദിവസത്തെ ഒരാത്മീയ ഒരുക്കം നടത്തി യേശു തൻ്റെ പരസ്യകാല ജീവിത ശുശ്രൂഷയ്ക്കായിട്ട് മരുഭൂമിയിൽ വെച്ച് തയ്യാറെടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. സാത്താൻ്റെ പ്രലോഭനങ്ങളെ ഈശോ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. പൈശാചിക ശക്തികളിൽ നിന്ന് യേശുവിന് ദൈവീക സംരക്ഷണം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത് ആത്മാവാണ്. പ്രലോഭനങ്ങളുടെ ഒടുക്കം അവിടുത്തെ ദൈവദൂതന്മാർ ശുശ്രൂഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ദൈവീക പരിപാലനയിൽ ഈശോയ്ക്ക് വലിയ ആത്മീയ ശുശ്രൂഷ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയെ പോലെ ദൈവഹിതം എന്തെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കി പൂർണ്ണ സമർപ്പണത്തോടെ നാം ജീവിതത്തിൽ മുന്നേറുമ്പോൾ അതിശക്തമായ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാത്താൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ സമർപ്പണം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മരുഭൂമിയിൽ ഈശോ ശക്തമായ രീതിയിൽ വചനത്താൽ സാത്താൻ്റെ കുതന്ത്രങ്ങളെ അതിജീവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന കൊണ്ടും പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടും മാത്രമാണ് ഇങ്ങനെയുള്ളവയെ നിങ്ങൾക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കുക എന്നത്. ഈശോയെ പോലും പരീക്ഷിച്ച സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, വലിയ ആത്മീയ സമർപ്പണം നടത്തുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, സ്നേഹത്തോടെ മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, നമ്മൾ വലിയ ആത്മാർത്ഥതയോടെ ആത്മസമർപ്പണത്തോടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബ ജീവിതമാകാം, സമർപ്പണ ജീവിതമാകാം, വലിയ ആത്മീയ സമർപ്പണത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൈശാചിക കുതന്ത്രങ്ങളുടെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ വിശുദ്ധിയുടെ മേഖലയിൽ നമ്മൾ ഒരുപാട് പ്രലോഭനങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ശാരീരിക, മാനസിക ജീവിത തലങ്ങളിൽ അതിശക്തമായ പ്രലോഭനങ്ങൾ നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ, ഒരുപക്ഷെ ഇന്നലകളുടെ ചില ഓർമ്മകൾ, ചില തഴക്കദോഷങ്ങൾ, ചില പാപത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് അലട്ടിക്കൊണ്ട് വിശുദ്ധിയിൽ നിന്ന് മാറി ജഡികതയുടെ ഒരു മേഖലയിലൂടെ കടന്നു പോകുവാനൊക്കെയുള്ള വലിയ പ്രലോഭനം, അത് കുടുംബജീവിതത്തിലാണെങ്കിലും സമർപ്പണ ജീവിതത്തിലാണെങ്കിലും നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവഹിതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട്, ആ ദൈവഹിതം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ആ ദൈവഹിതത്തിന് വേണ്ടി ഒരാത്മീയ മുന്നേറ്റം തന്നെ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുക. നമ്മൾ ഈശോയുടെ ഹിതം എന്തെന്നറിഞ്ഞ് ദൈവപിതാവിൻ്റെ ആ ദൈവീക ഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ സ്നേഹമെന്ന ആ വലിയ ദൈവീകതയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. എല്ലാവരോടും സ്നേഹത്തോടെ നമ്മുടെ ജീവിതം തന്നെ പങ്കിടുവാനും, സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഒക്കെയുള്ള കരുത്ത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും ഒക്കെയാണ് നമുക്ക് കരഗതമാകുക.
വലിയൊരു ആത്മാർത്ഥത പ്രിയമുള്ളവരെ ദൈവഹിതത്തിനോട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആത്മീയമായ ദൗത്യത്തിനോട് നമ്മൾ കാണിക്കണം. നിഷ്കളങ്കമായ സ്നേഹം, വലിയ നിസ്വാർത്ഥത, ജീവിതത്തിൽ ഒരുപക്ഷെ പ്രലോഭനമായിട്ട് കടന്നു വരുന്ന സ്വാർത്ഥതയുടെ ഒരുപാട് മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഞാനാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, ഞാനെന്ന പാപം, വലിയ ഈഗോ ക്ലാഷുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലേക്കൊക്കെ ആഞ്ഞടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിസ്വാർത്ഥമായൊരു സ്നേഹത്തിൽ അധിഷ്ഠിതമായി എല്ലാം ദൈവഹിതമാണെന്നും ദൈവമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതെന്നും നമ്മളല്ല, ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്നതും എന്നിലൂടെ ചിന്തിക്കുന്നതും എന്നിലൂടെ എല്ലാം നടത്തി തരുന്നതും ക്രിസ്തുവാണെന്ന് പൗലോസ്ലീഹായെ പോലെ ആ വലിയ ആത്മീയ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കണം. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഒരു ആത്മീയ സമർപ്പണം ദൈവഹിതം എന്തെന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് വലിയ സഹായമായി തീരും. ഈ ലോകമോ ഈ ലോകത്തിൻ്റെതായ നമ്മുടെ ജീവിതം ചിലപ്പോഴൊക്കെ ഇച്ഛിച്ചു പോകുന്നതായ പല ലൗകികതയുടെ മേഖലകളുമുണ്ട്. ഒരുപക്ഷെ അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലുതായി, അതിനൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കുമ്പോൾ ദൈവഹിതത്തെ നമ്മൾ മറക്കുന്നു, നമ്മുടെ ആത്മീയ സമർപ്പണത്തെ നമ്മൾ മറക്കുന്നു, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമർപ്പണ ജീവിതത്തെയൊക്കെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിൻ്റെ പുറകെ നമ്മൾ പ്രയാണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈശോ തൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് ആത്മാവിൻ്റെ വാളായ വചനം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ്. കർത്താവ് നമുക്ക് നൽകുന്ന അതിശക്തമായ ഒരു ആത്മീയ സംരക്ഷണമാണ് ദൈവവചനം എന്ന് പറയുന്നത്. സാത്താൻ്റെ ആ പ്രലോഭനങ്ങളെ ഈശോ അതിജീവിച്ചത് വചനത്തിലൂടെയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വചനം മാംസമായി തീരുവാനായിട്ട്, ആ വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് ദൈവപിതാവ് നൽകിയിരിക്കുന്ന വിളി എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലൂടെ, സമർപ്പണ ജീവിതത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കുക എന്നതാണ്. വിശുദ്ധിയോടെ, നിസ്വാർത്ഥമായ സ്നേഹത്തോടെ, വലിയ ആത്മസമർപ്പണത്തോടെ ദൈവം നമുക്ക് നൽകുന്ന ഈ വലിയ വിളി, ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുക എന്ന ആ വിളി നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒഴുകുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമർപ്പണ ജീവിതത്തിൽ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ വലിയ വിശുദ്ധിയോടെ, ആത്മസമർപ്പണത്തോടെ, വലിയ സ്നേഹത്തോടെ നിൻ്റെ ഹിതം എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയുമെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, നിൻ്റെ കരുണ, നിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയ ആത്മസമർപ്പണം വഴി നിൻ്റെ ഹിതം ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ, എൻ്റെ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുവാൻ, എൻ്റെ വിളി അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുവാനുള്ള കൃപ, അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ആയിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നവരെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യവും അവർ പ്രാർത്ഥിക്കുന്ന ആ നിയോഗങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് അവർക്ക് പൂർണ്ണമായ ആത്മീയ അഭിഷേകം കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും ഒരിക്കൽ കൂടി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ആരാധന ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.